എല്ലാവർക്കും ജികെ വെൽഡ് ആൻഡ് PSC യിലേക്ക് സ്വാഗതം. ഞാൻ ആഷ്ന ഷാജി. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് 2023 ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇപ്പം ഞാൻ എടുത്തിരിക്കുന്ന കറണ്ട് അഫയേഴ്സും അതുപോലെ ജികെയും സയൻസും ആണ്. അപ്പം ഈ മേഖലയിൽ PSC ചോദ്യങ്ങൾ കണ്ടുവരുന്നത് ഏത് സോഴ്സിനെ ബേസ് ചെയ്തിട്ടാണ്, കൂടുതൽ സോഴ്സ് അതായത് കൂടുതൽ ക്വസ്റ്റ്യൻസും കണ്ടുവരുന്നത് ഏത് സോഴ്സിനെ ബേസ് ചെയ്തിട്ടാണെന്നുള്ള വീഡിയോ തെളിവ് സഹിതം നിങ്ങളെ കാണിക്കുക എന്നൊരു ഉദ്ദേശത്തോട് കൂടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. എന്ത് കാര്യം വായി തോന്നിയത് വെറുതെ ഇരുന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അതിന് സ്പെസിഫിക് ആയിട്ടുള്ള ഒരു സോഴ്സ് നിങ്ങൾ കാണിച്ചാലല്ലേ ആ വീഡിയോ കൊണ്ട് നിങ്ങൾക്കും ഒരു ഫലം ഉണ്ടാവുള്ളൂ, നിങ്ങൾക്ക് എന്നിലുള്ള ട്രസ്റ്റും കൂടെ ശരിയാവത്തുള്ളൂ. ഓക്കെ, അതുകൊണ്ട് ജസ്റ്റ് വെറുതെ കാര്യങ്ങൾ പറയുന്നില്ല, ഞാൻ തെളിവ് സഹിതമാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് കുറച്ച് പേര് എൻ്റെ അടുത്ത് കഴിഞ്ഞ ക്ലാസ്സിൽ കമന്റ് ബോക്സിലൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കറണ്ട് അഫയേഴ്സ് എങ്ങനെ പഠിക്കണം, എവിടെ നിന്നാണ് കറണ്ട് അഫയേഴ്സ് ചോദിക്കുന്നതെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ വ്യക്തമായ ഒരു ആൻസർ ഈ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് നൽകുന്നതായിരിക്കും. ഓക്കെ, അപ്പോ ഇത് ഞാൻ എടുത്തിരിക്കുന്നത് 18/11/2023 PSC നടത്തിയ ലബോറട്ടറി അസിസ്റ്റന്റിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. അപ്പൊ ഇതിനകത്ത് ഞാൻ നോക്കി കഴിഞ്ഞപ്പം ഒക്ടോബർ 4 2023 നൊബേൽ സമ്മാനം മുതൽ നൊബേൽ സമ്മാനം മുതൽ ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. നൊബേൽ സമ്മാനം, അതുപോലെ ഗെയിംസ്, സ്പോർട്സ്, ഏഷ്യൻ ഗെയിംസ് ഒക്കെ ബന്ധപ്പെട്ടിട്ട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ ശരിക്കും ഇതിന്റെ അനാലിസിസ് ചെയ്തതിന് ശേഷം നമുക്കൊരു ഫൈനൽ LDC LGS അതുപോലെ ഇനി വരാനിരിക്കുന്ന എക്സാമിന് ഏതൊക്കെ കറണ്ട് അഫയേഴ്സ് പഠിക്കണം, ഏതൊക്കെ മേഖലകളിലെ കറണ്ട് അഫയേഴ്സ് പഠിക്കണം, അതുപോലെ SCERT ഇമ്പോർട്ടൻസ് ഒക്കെ നമുക്ക് ഈ വീഡിയോയ്ക്ക് ശേഷം നിങ്ങൾക്ക് ക്ലിയർ കട്ട് ആക്കിയിട്ട് മനസ്സിലാവും. അപ്പൊ ഈ ഒരു ചോദ്യം നോക്കാം. നമ്മുടെ അടുത്ത് പുരുഷ ഏഷ്യ കപ്പ് നേടിയത് നമുക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ പത്രത്തിൽ നിന്നാണ് 2023 ഒക്ടോബർ മാസത്തിലെ പത്രമാണിത്. അതിൽ നിന്നാണ് ഈ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. രണ്ടാമത്തെ നോക്കിക്കേ, രണ്ടാമത്തെ ചോദ്യം, ഇത് മണ്ണുത്തി കാർഷിക ഗവേഷണ കേന്ദ്രം വികസിപ്പിച്ചെടുത്ത തൃശൂർ ജില്ലയിലെ കോൾപ്പാടങ്ങളിലേക്ക് അനുയോജ്യമായതും നെല്ലിനം ഏതാണ്? അപ്പൊ ഇത് കുറച്ച് കഷ്ടപ്പെട്ടു ഇതിന്റെ സോഴ്സ് കണ്ടുപിടിക്കാനായിട്ട്. ഇതിന്റെ സോഴ്സ് എന്ന് പറയുന്നത് നമ്മളുടെ കേരള ഗവൺമെന്റ് കാർഷിക വിളകള്, കേരള സ്കീംസ്, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഔദ്യോഗികമായിട്ട് നമ്മുടെ സർക്കാരിന്റെ വെബ്സൈറ്റിലും അതുപോലെ പ്രസിദ്ധീകരണങ്ങളുണ്ട്. അപ്പൊ നിങ്ങൾ ഈ സ്കീമുകള്, നമ്മളുടെ പദ്ധതികളില്, അതേപോലെ സങ്കര ഇനങ്ങളുമായി ബന്ധപ്പെട്ടത്, അതുപോലെ കാർഷിക ഗവേഷണ കേന്ദ്രങ്ങള്, കാർഷിക വിളകള്, ഇതൊക്കെ നിങ്ങൾക്ക് പ്രോപ്പർ ആയിട്ട് പഠിക്കാൻ ഏറ്റവും നല്ലത് നമ്മളുടെ ഔദ്യോഗിക പ്രസിദ്ധീകരണങ്ങളാണ്. ആരുടെ? ഗവൺമെന്റിന്റെ ഔദ്യോഗിക പ്രസിദ്ധീകരണങ്ങളാണ്. അതെങ്ങനെയാണെന്നുള്ളതൊക്കെ ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ പറയാം. ഇതിവിടെ പറയാൻ നിന്ന് കഴിഞ്ഞാൽ തീരില്ല കേട്ടോ, ലെങ്ത് കൂടിപ്പോകും. അടുത്തത് സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ വോട്ടർ. നമ്മളുടെ റിപ്പീറ്റഡ് ആയിട്ടുള്ള ഒരു ചോദ്യം തന്നെയാണ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ ഈ ഒരു ചോദ്യം ഇവിടെ ചോദിക്കാൻ കാരണം 2022 അദ്ദേഹം അന്തരിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, 2022 നവംബർ മാസം അദ്ദേഹം അന്തരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വോട്ടർ ശ്യാം സരൺ നേഗി. അതുപോലെ ചന്ദ്രയാൻ 3 വിക്ഷേപണം ജൂലൈ 14. ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷന്റെ അധികാരമായി 2002 നിയോഗിക്കപ്പെട്ടത് ISRO ചെയർമാൻ സോമനാഥ്. പത്രവാർത്തയിൽ നിന്നുള്ള ചോദ്യം. അതുപോലെ 2023 ഭൗതിക നൊബേൽ സമ്മാനം ഞാൻ പറഞ്ഞല്ലോ, പരീക്ഷ 18-ാം തീയതി, ഇത് ഒക്ടോബർ 4-ാം തീയതിയാണ്, ഇത് 3-ാം തീയതിയാണ് പത്രത്തിൽ ഇത് പ്രസിദ്ധീകരിച്ചിട്ടുണ്ടായിരുന്നത്. അതേപോലെ വീണ്ടും ആ സെയിം ക്വസ്റ്റ്യൻ, ക്വാണ്ടം ഡോട്ട് കണ്ടോ, നമ്മുടെ ക്വാണ്ടം ഡോട്ട്. നൊബേൽ സമ്മാനങ്ങൾ എപ്പോഴും PSC ചോദിക്കുന്നത് തന്നെയാണ് കേട്ടോ, റിപ്പീറ്റഡ് ആയിട്ടുള്ള ഒരു ചോദ്യം തന്നെയാണ് നൊബേൽ സമ്മാനങ്ങളും അതുപോലെ അന്നത്തെ നാളുകളിൽ നടക്കുന്ന ഏഷ്യൻ ഗെയിംസ് ഒക്കെ. ഞാൻ പറയാം അതിനെ കുറിച്ച് ലാസ്റ്റ്. ഇതാണ്ട് ഏഷ്യൻ ഗെയിംസ്, ഇത് അങ്ങനെ തന്നെ ഈ 3 ചോദ്യങ്ങളും കണ്ടേ പത്രത്തിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്. 4 ചോദ്യങ്ങൾ കണ്ടോ. യെസ്, ഇനി അടുത്തത് ഏഷ്യൻ ഗെയിംസ്, വീണ്ടും നമ്മൾ പറഞ്ഞത്. അതുപോലെ ആദ്യത്തെ L1 കണ്ടേ, അതും നമുക്ക് ടെക്സ്റ്റിലുള്ള പത്രത്തിലുള്ളതാണ്. പിന്നെ വായുവിലൂടെ വലിച്ചെടുക്കാൻ കഴിയുന്ന വാക്സിൻ, ഇത് 2022 ഓഗസ്റ്റ് മാസത്തെ വാർത്തയാണ്. നോക്ക്, വായുവിലൂടെ വലിച്ചെടുക്കാവുന്ന വാക്സിൻ നൽകിയത് ചൈനയാണ്. അടുത്തത് ചന്ദ്രയാൻ 3 കണ്ടേ, വ്യക്തമായിട്ട് നമ്മളുടെ 2023 ഓഗസ്റ്റ് മാസത്തെ പത്രവാർത്തയിൽ നിന്നുള്ള പേപ്പർ കട്ടിംഗ് ആണ് ഞാൻ കാണിച്ചിരിക്കുന്നത്. അതേപോലെ ഫുട്ബോൾ ചരിത്രത്തിൽ, ഇത് നമ്മളുടെ പത്രത്തിൽ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ, പോർച്ചുഗൽ. അതേപോലെ ബ്രിക്സ് ന്യൂ ഡെവലപ്മെന്റ് ബാങ്കും ഈ ചോദ്യവും എവിടെ നിന്ന് തന്നെയാണ്? പത്രത്തിൽ നിന്നാണ്. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ നെക്സ്റ്റ് ഇത് കേന്ദ്ര ബജറ്റ്. ഇത് നമുക്ക് കേന്ദ്ര ബജറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമുക്ക് ഔദ്യോഗിക സൈറ്റ് നമ്മുടെ ബഡ്ജറ്റിൽ നിന്ന് തന്നെ എടുത്ത് പഠിക്കുന്നതാണ് നല്ലത്. ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഇപ്പൊ ഈ ക്വസ്റ്റ്യൻസ് വന്നിരിക്കുന്നുണ്ട് കറണ്ട് അഫയേഴ്സ് തന്നെ സ്റ്റേറ്റ്മെന്റ് വൈസ് ആയിട്ട്. അപ്പോൾ ഇനി LGS-നും LDC-ക്കും നമുക്ക് ബഡ്ജറ്റ് 24 വന്നല്ലോ. അപ്പൊ ഇനി ഫെബ്രുവരിയിൽ അടുത്ത് വരും. അപ്പൊ അതുകൊണ്ട് കൂടി എന്ത് ചെയ്യണം, നിങ്ങൾ നോക്കിയിരിക്കണം.
ഇനി അടുത്തപ്പോൾ കറണ്ട് അഫേഴ്സ് കാര്യത്തിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു 10 മാർക്കിന്റെ കറണ്ട് അഫേഴ്സ് നോക്കിയാൽ 10ൽ 10ഉം കണ്ടുവരുന്നത് എവിടെ നിന്ന് തന്നെയാണ്, പത്രത്തിൽ നിന്നാണ്. അതേപോലെ തന്നെ ആ വർഷം പറഞ്ഞിരിക്കുന്ന പ്രധാന പുരസ്കാരങ്ങൾ, എസ്പെഷ്യലി നൊബേൽ സമ്മാനങ്ങളുണ്ട്, അല്ലെങ്കിൽ 4 വർഷം കൂടുമ്പോൾ നടക്കുന്ന, അല്ലെങ്കിൽ നമ്മുടെ ഏഷ്യൻ ഗെയിംസ് ഇല്ലേ, ഏഷ്യൻ ഗെയിംസ്, അതുപോലെ സ്പോർട്സ്, ഇതൊക്കെ കറണ്ട് ആയിട്ട് ചോദിക്കാം. പിന്നെ ആ ഒരു വർഷം അന്തരിച്ച പ്രധാനപ്പെട്ട വ്യക്തികളില്ലേ, അവരുടെ മേഖലകളൊക്കെ നോക്കി വെച്ച് കഴിഞ്ഞാൽ നന്നായിരിക്കും. അപ്പൊ ഞാൻ നിങ്ങളോട് പറയുന്നത്, ഇപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയിട്ട് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയതും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റിയതും, ഇപ്പൊ LDC LGS ആണ് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നതെങ്കിൽ 2024 ജൂണിനാണ് അത് നടക്കുന്നത് എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, 2023 തൊട്ടുള്ള കറണ്ട് അഫേഴ്സ് ആണ് ഏറ്റവും ആദ്യം നോക്കേണ്ടത് കേട്ടോ. ഈ മന്ത് വരെയുള്ള, ജൂൺ വരെ നോക്കുന്നത് ഞാൻ പറയുന്നില്ല, ജനുവരി ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ വരെയൊക്കെ എന്തെങ്കിലും പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ നടക്കുവാണെങ്കിൽ നോക്കി വെക്കും. മുൻപ് ഞാൻ 6 മാസം എന്നൊക്കെ പറയായിരുന്നു, പക്ഷെ ഇപ്പൊ ഈ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടപ്പോൾ മനസ്സിലായല്ലോ അല്ലെ. അതിൽ നിന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് ഒന്ന് ചിന്തിച്ചാൽ മതി എന്താണെന്നുള്ളത്. ഇനി ഇത് ചോദിക്കത്തില്ല, ഇത് പഠിക്കണ്ട എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. കാര്യങ്ങൾ PSC ആണ് എടുക്കുന്നത്. ഞാനോ നിങ്ങളോ അല്ലെങ്കിൽ കമന്റ് ബോക്സിൽ പൊങ്കാല ഇടാൻ വരുന്ന ആളുകളൊന്നും അല്ല PSCയുടെ കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത്. എന്താണ്, PSC ഉദ്യോഗസ്ഥർ തന്നെയാണ് അല്ലെ. അപ്പം ഇങ്ങനെയാണ് കറണ്ട് അഫേഴ്സ് നോക്കേണ്ടത്. ഇനി അടുത്തത് നമുക്ക് നോക്കാം. കറണ്ട് അഫേഴ്സ് ബെറ്റർ നിങ്ങൾ ന്യൂസ് പേപ്പർ ഡെയിലി വായിച്ച് നോട്ട് ഉണ്ടാക്കി വെക്കുക. അല്ലെങ്കിൽ ഇപ്പൊ പല സോഴ്സസ് ഉണ്ടല്ലോ, നിങ്ങൾക്ക് യൂട്യൂബോ ടെലഗ്രാമോ അങ്ങനെ ഏതെങ്കിലും ജോയിൻ ചെയ്തിട്ട് അത് കറക്റ്റ് ആയിട്ട് നോട്ട് ചെയ്ത് വെച്ച് പഠിക്കുക. അപ്പൊ അത് വായിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ചില ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വാർത്തകളും കാര്യങ്ങളൊക്കെ. അപ്പൊ അതിനെ കുറച്ചുകൂടെ പ്രധാനം കൊടുത്ത് പഠിക്കുക. ഇനി SCRT അടുത്ത സോഴ്സ് ആണ്. താണ്ടെ ഈ ഒരു ചോദ്യം, നെൽകൃഷിയുമായി ബന്ധപ്പെട്ട പ്രസ്താവന. താണ്ടെ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ഇത് തന്നെയാണ് അവിടെ കട്ട് ആൻഡ് പേസ്റ്റ് ആയിട്ട് ചോദിച്ചിരിക്കുന്നത്. കണ്ടോ, നോക്ക്, ഇന്ത്യയിലെ ഒരു മുഖ്യ വിളകളിൽ ഒന്നാണ് നെല്ല്. ഇന്ത്യയിലെ മുഖ്യ ഭക്ഷ്യവിളയായ നെല്ല്. ഇതാണ് നെക്സ്റ്റ്, ഒരു ഖാരിഫ് വിളയാണ്. അത് തന്നെ അല്ലെ, രണ്ട് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ഒരു ഖാരിഫ് വിളയാണ്. കട്ട് ആൻഡ് പേസ്റ്റ് നോക്കിക്കേ, ഉയർന്ന താപനിലയും ധാരാളം മഴ ലഭിക്കുന്ന ഭാഗങ്ങളിലും കൃഷി ചെയ്യുന്നു. നോക്ക്, ഉയർന്ന താപനിലയും ധാരാളം മഴയും ലഭിക്കുന്ന ആ പ്രദേശങ്ങളിൽ കൃഷി ചെയ്യുന്നു അല്ലെ. അതുപോലെ ഇവിടെ നോക്ക്, എക്കൽ മണ്ണ് നെൽകൃഷിക്ക് അനുയോജ്യം, മഴ കുറവ്. കണ്ടേ, നെൽകൃഷി ചെയ്യുന്നത് നദീതടങ്ങൾ. നദീതടങ്ങളിൽ കണ്ടുവരുന്ന എന്താണ്, എക്കൽ മണ്ണിനാണ് അല്ലെ. അപ്പൊ അത് തന്നെ സ്റ്റേറ്റ്മെന്റ് വൈസ് ആയിട്ട് ചോദിച്ചിരിക്കുന്നത് കണ്ടോ, SCRT ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റൻ ആണ്. അടുത്തത് ആഗ്നേയശിലകൾ. സെയിം തന്നെ താണ്ടെ ഇവിടെ കിടക്കുന്നു, ആഗ്നേയശിലകളുമായി ബന്ധപ്പെട്ട്. കണ്ടോ, SCRT ടെക്സ്റ്റ് ബുക്ക് ആണ്. അടുത്തത്, താഴെ പറയുന്നവയിൽ ഇന്ത്യയുടെ രേഖാംശ സ്ഥാനം. 6ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കിൽ നിന്നുള്ള ചോദ്യമാണ് വന്നിരിക്കുന്നത്. അടുത്തത് അലഹാബാദ് ഹൾദിയ. ഇതും നമുക്ക് എവിടെ നിന്നാണ്, നാഷണൽ വാട്ടർവേ 3 അല്ലെ, 1 2 3 4 5 നല്ല വ്യക്തമായിട്ട് SCRT സോഷ്യൽ സയൻസിന്റെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. ചെമ്പിന്റെ പ്രധാന ഉൽപാദക സംസ്ഥാനങ്ങൾ ദാണ്ട് കിടക്കുന്നു അല്ലെ, ചെമ്പിന്റെ പ്രധാന ഉൽപാദക സംസ്ഥാനങ്ങൾ. അങ്ങനെ തന്നെയാണ് ഇവിടെ ചോദ്യം വന്നിരിക്കുന്നത്. അടുത്ത് നോക്കിക്കേ, റാബി വിളകൾ, വിളവെടുക്കുന്ന സമയം. ദാണ്ട് റാബി വിളകൾ, വിള ഇറക്കുന്ന കാലവും വിളവെടുപ്പ് കാലവും കണ്ടോ കൊടുത്തിട്ടുണ്ട്. അടുത്തത്, ഇന്ത്യയിൽ നടപ്പിൽ വരുത്തേണ്ട ഭരണ പരിഷ്കാരങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യാനായിട്ട് വട്ടമേശ സമ്മേളനങ്ങൾ 10ാം ക്ലാസ്സിലാണ്. ഇന്ത്യയിൽ നടപ്പിൽ വരുത്തേണ്ട ഭരണ പരിഷ്കാരങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യാനായി കണ്ടോ അവിടെ ചോദിച്ചിരിക്കുന്ന കണ്ടോ, ബ്രിട്ടീഷ് ഗവൺമെന്റ് വിളിച്ചു ചേർത്ത സമ്മേളനങ്ങൾ. ആ സെയിം തന്നെ അല്ലെ, ആ ലൈൻസ് തന്നെ അങ്ങനെയായിട്ട് ചോദിച്ചിരിക്കുന്നത്. അടുത്ത നമുക്ക് ഗാന്ധിജി മുന്നോട്ട് വെച്ച നെയ്യും താലി. എന്താണ്ട് നെയ്യും താലി അല്ലെ, സമ്പ്രദായത്തെ കുറിച്ച് ഗാന്ധിജി പറഞ്ഞതാണ്. സർവകലാശാല വിദ്യാഭ്യാസം പഠിക്കാൻ സെയിം, ചില ചാപ്റ്ററിൽ സെയിം ഇതായത് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിലെ ചാപ്റ്ററിലെ അതിന്റെ തൊട്ട് താഴെ തന്നെ ആ സെയിം കണ്ടന്റും കൊടുത്തിട്ടുണ്ടാവും. അതായത് ഒരു ചാപ്റ്ററിൽ ആ സെയിം പേജിൽ തന്നെ 2 3 സെയിം വരികളിൽ നിന്ന് തന്നെ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. പ്രത്യേക കമ്മീഷനുകൾ, ലക്ഷ്യങ്ങൾ, അതിന്റെ ശുപാർശകൾ. നോക്ക്, ബ്രിട്ടീഷ് രേഖകളിൽ പഴശ്ശിരാജ, നോക്ക്, ബ്രിട്ടീഷ് രേഖകളിൽ പഴശ്ശിരാജ എന്നും കെട്ടിയോട്ട് രാജ എന്നുമാണ് വിശേഷിപ്പിച്ചത്. ആരെ, പഴശ്ശിരാജാവിനെ. സെയിം അല്ലെ, അറിയപ്പെടുന്ന ഭരണാധികാരി. സെയിം കട്ട് ആൻഡ് പേസ്റ്റ്. അയ്യങ്കാളി വില്ലുവണ്ടി യാത്ര നടത്തിയത് കണ്ടേ, റിപ്പീറ്റഡ്. ശ്യാം സരൺ നേഗി നമ്മൾ പറഞ്ഞല്ലോ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ചോദിച്ചിട്ടുണ്ട്. കണ്ടോ അവിടെ കറണ്ടിൽ വന്നു, ഇവിടെ അതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ആദ്യ വോട്ടർ SCRT ടെക്സ്റ്റ് ബുക്കിലുണ്ട് കേട്ടോ. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ വോട്ടർ ആണ്. അതേപോലെ 55 പൗരത്വ നിയമത്തെ കുറിച്ച് പരാമർശിച്ച കണ്ടേ കിടക്കുന്നു. പൗരത്വത്തെ സംബന്ധിച്ച് നമ്മളുടെ സിവിക്സിന്റെ ടെക്സ്റ്റിൽ 10ാം ക്ലാസ്സിൽ കൊടുത്തിട്ടുണ്ട്. അടുത്തത് ഭരണഘടനയുമായി ബന്ധപ്പെട്ട് ഇത് നമ്മളുടെ SCRT ടെക്സ്റ്റ് ബുക്കിലുണ്ട്. പിന്നെ തുല്യതാ പരീക്ഷ, അതായത് 7ാം ക്ലാസ്സിലെ 8ാം ക്ലാസ്സിലെയും 10ാം ക്ലാസ്സിലെയൊക്കെ തുല്യതാ പരീക്ഷയുമായി ബന്ധപ്പെട്ട ടെക്സ്റ്റ് ബുക്കുകളും ഉണ്ട്.
അത് നിങ്ങൾക്ക് വായിച്ചു നോക്കാം കേട്ടോ. അപ്പാർട്ട് ഫ്രം ദാറ്റ് അത് നല്ലൊരു സോഴ്സ് തന്നെയാണ്. അതിൽ നിന്നും PSC ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് അതൊന്നും ഇല്ലെങ്കിൽ കുഴപ്പമില്ല, CRT തന്നെ 5 തൊട്ട് 10 ഉള്ളവർ നോക്കുക. അടുത്തത് സങ്കര ഇനം തക്കാളി. സയൻസിലേക്ക് പോയി കഴിഞ്ഞാൽ സങ്കര ഇനം തക്കാളി താണ്ട കിടക്കുന്നു അല്ലെ. മുക്തി, അനഘ, അക്ഷയ അല്ലെ. ഏതാണ് അപ്പോൾ ആൻസർ വരുന്നത്? മുക്തി. അടുത്ത ചോദ്യം നോക്ക്. ചന്ദ്രശങ്കര അല്ലെ. ചന്ദ്രശങ്കര എന്തിന്റെയാണ്? ചാവക്കാട് ഓറഞ്ചും വെസ്റ്റ് കോസ്റ്റ് ടോളും. കണ്ടോ? എന്തിന്റെ സങ്കരവർഗമാണ്? എന്തിന്റെയാ? തെങ്ങിന്റെയാണ് അല്ലെ. തെങ്ങിന്റെയാണ് കേട്ടോ. സങ്കര ഇനം തെങ്ങുകളാണ്. അടുത്തത് കൊതുക് മുഖേനയല്ലാതെ പകരുന്ന രോഗങ്ങൾ. ഇവിടെ നോക്ക്. കൊതുക് മുഖേന പകരുന്ന രോഗം മന്ത്, മലമ്പനി, ഡെങ്കിപ്പനി, ചിക്കൻ ഗുനിയ. SCRT ടെക്സ്റ്റ് ബുക്ക്. രോഗങ്ങള് വിറ്റമിൻസ് ഒക്കെ റിപ്പീറ്റഡ് ആണ് കേട്ടോ. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസ് റിസർച്ച് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കോഴിക്കോട്. ദാണ്ടെ കിടക്കുന്നു ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസ് റിസർച്ച്. SCRT ടെക്സ്റ്റ് ബുക്ക്. അടുത്ത ചോദ്യം. ഏത് ഹോർമോണിന്റെ അഭാവം മൂലമാണ് ഡയബറ്റിക് ഇൻസ്പെഡീസ്? ദാണ്ടെ ഇവിടെ കിടക്കുന്നു അല്ലെ. ഇത് നമ്മളുടെ SCRT ടെക്സ്റ്റ് ബുക്കിലെ ഏരിയ ആണ് കേട്ടോ. അതേപോലെ തന്നെ നോക്ക്. നെക്സ്റ്റ് സങ്കര ഇനത്തിന്റെ സിങ്കിന്റെ ഐര ഏത്? സിങ്കിന്റെ ഐര ഏതാണ്? എവിടെയാണ്? കലാമിൻ ആണ്. ദാണ്ടെ കിടക്കുന്നു സിങ്ക് ബ്ലൻഡ് കലാമിൻ. SCRT ആണ് ഇതൊക്കെ. SCRT ആണ്. നെക്സ്റ്റ് അറ്റോമിക് നമ്പർ. ഇത് നമ്മുടെ സയൻസ് പഠിക്കുമ്പോഴേ ഒരു കാര്യം വരുന്നുണ്ട്. നമുക്ക് +1ലെയും +2ലെയും ഈവൻ നമ്മളുടെ LDC എക്സാമിന് നമ്മൾ നോക്കേണ്ട ചില ഏരിയാസ് ഉണ്ട്. മിസ് ഇത് എനിക്കറിയാം, ഇത് പഠിക്കേണ്ട ആവശ്യമുണ്ടെന്ന് വെച്ചാൽ ഒരുപാട് പേര് വരും, പക്ഷെ പഠിക്കേണ്ട ആവശ്യമുണ്ട്. അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോയിൽ പറയാം. ഇതേപോലെ തന്നെ സോഴ്സ് എടുത്ത് ഞാൻ കാണിച്ചു തരാം. ഞാൻ ഒന്നും വെറുതെ പറയില്ല, എനിക്ക് തെളിവ് വേണം. നിങ്ങളുടെ മുന്നിൽ ഒരു കാര്യം പറയണേക്ക് മുമ്പ് എനിക്ക് അതിനൊരു വ്യക്തമായ സോഴ്സ് ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ പറയുള്ളൂ. ഇത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. നമ്മളുടെ +1ലെ ടെക്സ്റ്റ് ബുക്ക് ഇതാണ് എടുത്തിരിക്കുന്നത്. ഇന്ത്യയുടെ ബഹിരാകാശ ഏജൻസിയുടെ പേര് ISR അല്ലെ. അടുത്തത് ഒരു ലെൻസിന്റെ ഫോക്കസ് ദൂരം. ഇത് നമ്മുടെ 10ാം ക്ലാസ്സിലെ ലൈറ്റുമായിട്ട് ബന്ധപ്പെട്ട് കൊടുത്തിരിക്കുന്ന ഒരു ഏരിയ ആണ്. ഈ ഇക്വേഷൻ ഡയറക്റ്റ് അങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുള്ളൂ. ഈ ക്വസ്റ്റ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്രദ്ധിക്കുക, നമ്മളൊരു പാഠഭാഗം പഠിച്ചു. ആ പാഠഭാഗം പഠിച്ചതിന് ശേഷം ആ ടെക്സ്റ്റ് ബുക്കിന്റെ അകത്ത് ഒരുപാട് കോളംസ് ഫിൽ ചെയ്യാനുണ്ടാവും. പട്ടിക പൂർത്തിയാക്കി പഠിക്കാൻ പറയുന്നില്ലേ, ആ പട്ടികയിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അത് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ചെയ്ത് പഠിക്കണം. പട്ടിക നമ്മൾ പൂർത്തിയാക്കി പഠിക്കണം. ബിക്കോസ് എക്സാമിന് അതിൽ നിന്ന് സ്റ്റേറ്റ്മെന്റ് വൈസ് ആയിട്ട് മാത്സ് ഫോളോയിങ് ആയിട്ടൊക്കെ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അതിനുശേഷം ലാസ്റ്റ് ഒരു ചാപ്റ്റർ തീരുമ്പോൾ വിലയിരുത്താം എന്ന് പറഞ്ഞിട്ട് നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ആ ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യണം? ആ ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്ത് നോക്കി പഠിക്കണം. അവിടെ നമുക്ക് MCQs ഉണ്ടാകും. ഈ ഒരു ചോദ്യം അതിൽ നിന്നാണ്. PSC ഡയറക്റ്റ് ആ ചോദ്യം തന്നെ എടുത്ത് കൊടുക്കുന്നുണ്ട്. അതിൽ എക്സാമ്പിൾസ് ഉണ്ട്. ഫിസിക്സ് ഒക്കെ നിങ്ങൾ 8, 9, 10 മാത്സ് പോലെ തന്നെ ചെയ്ത് പഠിക്കണം. അവിടെ കൊടുത്തിരിക്കുന്ന ഓരോ ക്വസ്റ്റ്യൻസ് ഉണ്ട്. ആ ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്ത് തന്നെ പഠിക്കണം. ഈ SCRT ടെക്സ്റ്റ് ബുക്ക് എവിടെന്നാ കിട്ടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് ഞാൻ ഈ കമന്റ് ബോക്സിൽ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അതൊന്ന് കണ്ടാൽ മതി കേട്ടോ. സമഗ്ര എന്ന് പറയുന്ന ഗവൺമെന്റിന്റെ സൈറ്റിൽ കയറി നിങ്ങൾക്ക് PDF കിട്ടും. ഗൈഡ് മാത്രം വെച്ച് പഠിക്കുന്നവർ SCRTയുടെ ഗൈഡ് കിട്ടും. അത് മാത്രം നോക്കിയാൽ മതി. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തൊക്കെയാണെങ്കിലും ഉപ്പോളം വരില്ലല്ലോ ഉപ്പിലിട്ടത് അല്ലെ. അപ്പൊ എന്ത് ചെയ്യുക, ഈ പട്ടികകളും കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്ത് SCRT ടെക്സ്റ്റ് ബുക്ക് വെച്ച് പഠിക്കുന്നത് തന്നെയായിരിക്കും നിങ്ങൾക്ക് ഏറ്റവും നല്ലത്. ഇപ്പൊ സയൻസ് ഒക്കെ ആണെങ്കിൽ മെയിൻ ആയിട്ട് നിങ്ങൾ SCRT ടെക്സ്റ്റ് ബുക്കുകൾ നോക്കുക. ആദ്യമേ തന്നെ ഞാൻ പറയട്ടെ, 5 തൊട്ട് 10 വരെയുള്ള പ്രധാന ചാപ്റ്റേഴ്സ് നോക്കുക. സിലബസ് അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഞങ്ങൾക്ക് പറഞ്ഞുതരാം. +1ലെയും +2ലെയും സയൻസിന്റെ കുറച്ച് ഏരിയാസും അതേപോലെ ഇന്ത്യൻ ഹിസ്റ്ററി, കേരള ഹിസ്റ്ററിയുടെ ഒക്കെ +2ൽ കുറച്ച് ഏരിയാസ് കിടക്കുന്നുണ്ട്. അപ്പൊ അതൊക്കെ എങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യേണ്ടത്, അതൊക്കെ ഏതൊക്കെ ചാപ്റ്റേഴ്സ് നോക്കണം എന്നുള്ള വീഡിയോ ഞാൻ അടുത്ത ക്ലാസ്സിൽ അടുത്തൊരു വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാം. അതേപോലെ തന്നെ ഇതിന്റെ കൂടെ നിങ്ങൾ നിർബന്ധമായിട്ട് നോക്കേണ്ടത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആണ്. ഞാനിപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് 2023 ഒരു സീരീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 2023 ഡിസംബർ തൊട്ട് ജനുവരി വരെയുള്ള PSC ചോദിച്ചിട്ടുള്ള എല്ലാ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യങ്ങളും അത് ഞാൻ സെപ്പറേറ്റ് ഫസ്റ്റ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇന്ത്യൻ ജോഗ്രഫിയുടെയാണ്. ഇന്ത്യൻ ജോഗ്രഫി ഡിസംബർ മുതൽ ജനുവരി വരെ PSC വിവിധ മത്സര പരീക്ഷകൾ നടത്തിയിട്ടുണ്ട്. ഡിപ്പാർട്ട്മെന്റൽ വൈസ് ആയിട്ടുള്ള ടെസ്റ്റുകൾ, അതുപോലെ LDC, LGS, ഖാദി ബോർഡ് LDC ആൻഡ് യൂണിവേഴ്സിറ്റി LGS ആണ് ഉദ്ദേശിച്ചത്. അതേപോലെ തന്നെ ലബോറട്ടറി അസിസ്റ്റന്റ് ഇഷ്ടം പോലെ എക്സാം നടത്തിയിട്ടുണ്ട്. അപ്പൊ അതിൽ നിന്നൊക്കെ ഞാൻ സോർട്ട് ചെയ്ത് ഇന്ത്യൻ ജോഗ്രഫിയുടെ 130 ചോദ്യങ്ങൾ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഞാൻ അടുത്ത തന്നെ വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാം. അതുപോലെ ഇന്ത്യൻ ഹിസ്റ്ററി, ദെൻ കേരള ഹിസ്റ്ററി, കേരള ജോഗ്രഫി, അങ്ങനെ ഓരോ വർഷങ്ങളായിട്ട് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് നിങ്ങൾക്ക് ചെയ്തു തരാം. അപ്പൊ ഇതൊക്കെ നിങ്ങളുടെ ഒരു പഠനത്തിൽ ടൈം ടേബിളിനകത്ത് ഒരു ആഴ്ചയിൽ 3 ചോദ്യ പേപ്പർ ഇതുപോലെ ഞാൻ ചെയ്തു തരാം. മാക്സിമം ഞാൻ ശ്രമിക്കാം വീഡിയോസ് എല്ലാം കൃത്യ സമയത്ത് നിങ്ങളിലേക്ക് എത്തിക്കാനായിട്ട്. അപ്പൊ നിങ്ങൾ അത് ടൈം ടേബിളിനകത്തൊന്ന് ഒന്ന് മാർക്ക് ചെയ്ത് വെക്കുക. അതായത് വീക്കിലി ഉള്ള ഈ ഒരു ചോദ്യ പേപ്പർ കൂടി ചെയ്യാന്നുള്ളത് കേട്ടോ. അപ്പോൾ വീഡിയോസ് ഇഷ്ടമായി കഴിഞ്ഞാൽ കമന്റ് ചെയ്യാം. നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം. പിന്നെ മനഃപൂർവ്വം എന്നെ തളർത്താനായിട്ട് കുറച്ച് പേര് വരുന്നുണ്ട്, എനിക്കറിയാം. പേര് മാറ്റി സ്വന്തം ID പോലും ഇല്ലാതെ വന്നിട്ട് ഈ ഒരു ക്യാമറയുടെ ഫ്രണ്ടിൽ നിന്ന് നിങ്ങളെ ഫേസ് ചെയ്ത് ഇത്രയും ജനങ്ങളെ ഫേസ് ചെയ്തിട്ട് ഞാൻ വീഡിയോ കാണുമ്പോൾ ഇത്രയും ആളുകൾ കാണുകയാണ്, അല്ലെങ്കിൽ ക്യാമറയുടെ ഫ്രണ്ടിൽ നിന്നിട്ടാണ് പറയുന്നത്. അപ്പൊ എന്നെ തളർത്താനായിട്ടും പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ ശരിയാണ്, നിങ്ങളുടെ കമന്റ് കാണാണ്ട് ഞാൻ വീഡിയോ ഇടാതിരിക്കും, വിഷമിച്ചിരിക്കുമായിരിക്കും.
പക്ഷെ ഇനി അത് നടക്കില്ല. ഞാൻ വീഡിയോ ആയിട്ട് ഞാൻ മുന്നോട്ട് തന്നെ പോകും. മാക്സിമം ക്ലാസ്സുകൾ ഞാൻ നിങ്ങൾക്ക് നൽകും. ഈ ചാനൽ ആക്റ്റീവായിട്ട് വീണ്ടും മുന്നോട്ട് തന്നെ പോകും. അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. Till then, bye bye and thank you so much.